ഈ പ്രഭാതത്തിൽ നിങ്ങളിത് കേൾക്കുന്നു. ഈ നിമിഷം നിങ്ങളിവിടെയുണ്ട്. നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. നിങ്ങളുടെ ശ്വാസം ഒഴുകുന്നു. നിങ്ങളുടെ ഹൃദയം മിടിക്കുന്നു. ഇത് ചെറിയ കാര്യമല്ല, ഇതൊരു അനുഗ്രഹമാണ്. ഇത് ദൈവം നൽകിയ ഒരു പുതിയ ദിവസമാണ്. ഇന്നലെ കഴിഞ്ഞു. ഇന്നലത്തെ ഇരുട്ട് മാറി. ഇന്നലത്തെ ഭാരം ഇന്നലത്തേതാണ്. ഇപ്പോൾ ഒരു പുതിയ പ്രഭാതം വന്നിരിക്കുന്നു. വെളിച്ചം വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ ഈ പ്രഭാതത്തിലേക്ക് ഉണർന്നിരിക്കുന്നു. ഈ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം. നിങ്ങൾ എവിടെയാണെങ്കിലും ശരി, കിടക്കയിൽ ഇപ്പോഴും കിടക്കുകയാണെങ്കിലും ശരി, എഴുന്നേറ്റ് മുഖം കഴുകിയ ശേഷമാണെങ്കിലും ശരി, ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ശരി, ജോലിക്ക് പോകാൻ ഒരുങ്ങുകയാണെങ്കിലും ശരി, ഈ വാക്കുകൾ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ദിവസത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങളോടൊപ്പം ഒരാളുണ്ട്. നിങ്ങളെ സൃഷ്ടിച്ച ഒരാളുണ്ട്. നിങ്ങളെ അറിയുന്ന ഒരാളുണ്ട്. നിങ്ങളുടെ പേര് വിളിക്കുന്ന ഒരാളുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല. അത് സാരമില്ല. നിങ്ങളെല്ലാം അറിയേണ്ടതില്ല. എല്ലാം നിയന്ത്രിക്കേണ്ടതില്ല. ഈ നിമിഷം മതി. ഈ ശ്വാസം മതി. ഈ പ്രാർത്ഥന മതി. നിങ്ങളുടെ കൈകൾ ഇപ്പോൾ ഒന്ന് അയക്കൂ. ചുമലുകളൊന്ന് താഴ്ത്തൂ. ശ്വാസമൊന്ന് പതുക്കെ എടുക്കൂ. ആഴമായി ഒന്ന് ആ ഒരു ഫോൺ കോൾ വരുമോ? ആ ഒരു ഫലം ഇന്നറിയുമോ? ചിലപ്പോൾ ശരീരത്തിലൊരു വേദനയുണ്ട്. ഉറക്കം കഴിഞ്ഞിട്ടും ക്ഷീണം മാറിയിട്ടില്ല. ചിലപ്പോൾ മനസ്സിലൊരു ഭാരമുണ്ട്. ഇന്നലത്തെ ചിന്തകൾ ഇപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നലെ പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നു. ഇന്നലെ കേട്ടൊരു വാർത്ത ഇപ്പോഴും ഉള്ളിൽ കിടക്കുന്നു. നാളെയെക്കുറിച്ചുള്ള ആശങ്ക ഇപ്പോഴേ തുടങ്ങിയിരിക്കുന്നു. അടുത്ത ആഴ്ചയെക്കുറിച്ച്, അടുത്ത മാസത്തെക്കുറിച്ച്, പണത്തകത്തെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്. യാത്ര ചെയ്യണം, റോഡിലേക്ക് ഇറങ്ങണം, വണ്ടിയിൽ കയറണം, ആളുകളുടെ ഇടയിലേക്ക് പോകണം, ചിരിക്കണം, സംസാരിക്കണം, എല്ലാം ശരിയാണ് എന്ന മുഖം കാണിക്കണം. പക്ഷേ ഉള്ളിൽ ഒരു ഭാരമുണ്ട്. ആരോടും പറയാൻ കഴിയാത്തൊരു ഭാരം. പുറമേ എല്ലാം ശരിയാണ്, പക്ഷേ ഉള്ളിൽ എന്തോ ഒന്ന് ശരിയല്ല. ചിലപ്പോൾ എന്താണ് ശരിയല്ലാത്തതെന്ന് പോലും വ്യക്തമല്ല. വെറുതെ ഒരു ഭയം, വെറുതെ ഒരു അസ്വസ്ഥത, എന്തോ ഒന്ന് ശരിയാകില്ല എന്ന് തോന്നൽ, എന്തോ ഒന്ന് മാറിപ്പോകുമെന്ന് ഭയം, എന്തോ ഒന്ന് നഷ്ടപ്പെടും എന്ന ആശങ്ക. ആ തോന്നലുകൾ സ്വാഭാവികമാണ്. ആ ഭാരം യഥാർത്ഥമാണ്. പക്ഷേ ആ ഭാരം മാത്രമല്ല സത്യം. ആ ഭയം മാത്രമല്ല യാഥാർത്ഥ്യം. അതിനേക്കാൾ വലിയൊരു സത്യമുണ്ട്. അതിനേക്കാൾ ആഴമുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. അതിനേക്കാൾ ശക്തമായ ഒരു സാന്നിധ്യമുണ്ട്. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. ഈ നിമിഷത്തിൽ, ഈ പ്രഭാതത്തിൽ, ഈ ദിവസത്തിൻ്റെ ഓരോ നിമിഷത്തിലും. നിങ്ങൾക്ക് ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നിങ്ങളുടെ മുന്നിൽ നടക്കുന്നു. ഈ ദിവസത്തിൽ നിങ്ങൾ ചെല്ലുന്ന ഓരോ ഇടത്തിലും ദൈവം മുൻപേ എത്തിയിരിക്കുന്നു. നിങ്ങളുടെ ജോലിസ്ഥലത്ത് ദൈവം ഇപ്പോൾ തന്നെയുണ്ട്. നിങ്ങൾ പോകുന്ന വഴിയിൽ ദൈവം ഇപ്പോൾ തന്നെയുണ്ട്. ദൈവം നിങ്ങളുടെ പിന്നിൽ രക്ഷണികളിൽ നിന്ന്, നിങ്ങളറിയാത്ത അപകടങ്ങളിൽ നിന്ന് ദൈവം കാവലായി നിൽക്കുന്നു. ദൈവം നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. ഒരു മതിൽ പോലെ, ഒരു കോട്ട പോലെ, ഒരു പരിച പോലെ, ഒരു കവചം പോലെ. നിങ്ങളുടെ വലതുവശത്ത്, നിങ്ങളുടെ ഇടതുവശത്ത്, നിങ്ങളുടെ മുകളിൽ, നിങ്ങളുടെ താഴെ, എല്ലായിടത്തും ദൈവമുണ്ട്. നിങ്ങൾ അറിയുന്നില്ല, പക്ഷേ ദൈവം അറിയുന്നു. നിങ്ങൾ കാണുന്നില്ല, പക്ഷേ ദൈവം കാണുന്നു. നിങ്ങൾ മറക്കുന്നു, പക്ഷേ ദൈവം ഒരിക്കലും മറക്കുന്നില്ല. ഒരു മനുഷ്യനുണ്ടായിരുന്നു വളരെ പണ്ട്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ്. അയാളൊരു രാജാവായിരുന്നു. ദാവീദ് എന്നായിരുന്നു അയാളുടെ പേര്. ദാവീദ് ഒരു സാധാരണ മനുഷ്യനായിരുന്നു, ആട്ടിടയനായിരുന്നു. പക്ഷെ ദൈവം അയാളെ രാജാവാക്കി. ദാവീദിൻ്റെ ജീവിതം എളുപ്പമായിരുന്നില്ല. ശത്രുക്കളുണ്ടായിരുന്നു, യുദ്ധങ്ങളുണ്ടായിരുന്നു, ഒളിച്ചോടേണ്ടി വന്ന രാത്രികളുണ്ടായിരുന്നു, ഗുഹയിൽ ഒളിച്ചിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു, ഭയമുണ്ടായിരുന്നു, ഏകാന്താന്തത ഉണ്ടായിരുന്നു, നിരാശ ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ പ്രഭാതത്തിലും ദാവീദ് ഒരു കാര്യം ചെയ്തു. എന്നിട്ട് കാത്തിരുന്നു. ധൃതിപ്പെട്ടില്ല, ഓടിയില്ല, ശാന്തമായി കാത്തിരുന്നു. ദൈവം എന്തു ചെയ്യുമെന്ന് നോക്കി. ദൈവം എങ്ങനെ നടത്തുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്നു. ദാവീദിൻ്റെ ചുറ്റും ഇരുട്ടുണ്ടായിരുന്നു,
ഭീഷണികളുണ്ടായിരുന്നു. പക്ഷേ ദാവീദ് പ്രഭാതത്തിൽ ഭയത്തോടെ ഉണർന്നില്ല. ദാവീദ് പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ ഉണർന്നു. ദൈവത്തോട് സംസാരിച്ചു. ദൈവത്തിൻ്റെ മുൻപിൽ തൻ്റെ ദിവസം സമർപ്പിച്ചു. തൻ്റെ ഭയങ്ങൾ സമർപ്പിച്ചു. തൻ്റെ ആശങ്കകൾ സമർപ്പിച്ചു. തൻ്റെ ശത്രുക്കളെ സമർപ്പിച്ചു. എന്നിട്ട് കാത്തിരുന്നു. ശാന്തമായി കാത്തിരുന്നു. ഇന്ന് നിങ്ങളും അങ്ങനെ ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളും ദൈവത്തോട് സംസാരിക്കുന്നു. ദാവീദ് ചെയ്തതുപോലെ ഈ പ്രാർത്ഥന കേൾക്കുന്നതിലൂടെ നിങ്ങളും ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നു. നിങ്ങളും ഒരുക്കി കാത്തിരിക്കുന്നു. ദൈവം ഈ ദിവസം നടത്തും എന്ന വിശ്വാസത്തോടെ, ദൈവം ഈ ദിവസം കാക്കും എന്ന പ്രതീക്ഷയോടെ, ദൈവം മുൻപേ എത്തിയിരിക്കുന്നു എന്ന ഉറപ്പോടെ. ഇനി നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചൊന്ന് ഓർക്കൂ. നിങ്ങളുടെ വീട്ടിലുള്ളവരെ, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ അമ്മയെ, നിങ്ങളുടെ അച്ഛനെ. ഇന്ന് അവരും ഒരു പുതിയ ദിവസത്തിലേക്ക് ഉണരുന്നു. ഇന്ന് അവരും പുറത്തേക്ക് പോകുന്നു. മക്കൾ സ്കൂളിലേക്ക് പോകുന്നു. ആ ചെറിയ ബാഗ് തോളിലിട്ട് ബസ്സിൽ കയറുന്നു. റോഡിലൂടെ നടക്കുന്നു. ക്ലാസ് മുറിയിലിരിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളില്ലാത്ത ഇടങ്ങളിൽ ദൈവമുണ്ട്. നിങ്ങളുടെ കണ്ണുകളെത്താത്ത ഇടങ്ങളിൽ ദൈവത്തിൻ്റെ കണ്ണുകളുണ്ട്. നിങ്ങളുടെ കൈകളെത്താത്ത ഇടങ്ങളിൽ ദൈവത്തിൻ്റെ കൈകളുണ്ട്. വാർത്തകളിൽ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ കാണുന്നു. അപകടങ്ങൾ, രോഗങ്ങൾ, അപ്രതീക്ഷിത ദുരന്തങ്ങൾ. ആ വാർത്തകൾ കാണുമ്പോൾ മനസ്സ് പറയുന്നു, ഇത് എൻ്റെ കുടുംബത്തിനും സംഭവിച്ചാലോ, ഇത് എനിക്കും സംഭവിച്ചാലോ, ഇത് എൻ്റെ മക്കൾക്കും സംഭവിച്ചാലോ. ആ ഭയം സ്വാഭാവികമാണ്. പക്ഷേ ആ ഭയത്തേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ കാവൽ. ആ ആശങ്കയേക്കാൾ ശക്തമാണ് ദൈവത്തിൻ്റെ സംരക്ഷണം. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ശാന്തമായി, പതുക്കെ, ഓരോ വാക്കും ഹൃദയത്തിൽ നിന്ന്. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞാൻ നിൻ്റെ മുൻപിൽ വരുന്നു. ദാവീദിനെപ്പോലെ ഞാനും നിന്നോട് പറയുന്നു, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. എൻ്റെ ഹൃദയം ഞാൻ നിൻ്റെ മുൻപിൽ ഒരുക്കുന്നു. എൻ്റെ ദിവസം ഞാൻ നിൻ്റെ കൈകളിൽ സമർപ്പിക്കുന്നു. ഈ ദിവസത്തെ നീ നടത്തേണമേ. ഈ ദിവസത്തെ നീ കാത്തുകൊള്ളണമേ. ഈ ദിവസത്തിൻ്റെ ഓരോ നിമിഷത്തെയും നീ നിൻ്റെ കരങ്ങളിൽ പിടിക്കണമേ. കർത്താവെ, എനിക്ക് ഭയമുണ്ട്, അത് നീ അറിയുന്നു. എനിക്ക് ആശങ്കയുണ്ട്, അതും നീ അറിയുന്നു. എൻ്റെ ഉള്ളിൽ ഒരു ഭാരമുണ്ട്, അതും നീ അറിയുന്നു. ഞാൻ ബലഹീനനാണ്, ഞാൻ ക്ഷീണിതനാണ്, ഞാൻ ചിലപ്പോൾ തളർന്നു പോകുന്നു. പക്ഷേ നീ എൻ്റെ ബലമാണ്, നീ എൻ്റെ ശക്തിയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ വീട്ടിലുള്ള ഓരോരുത്തരെയും നീ കാത്തുകൊള്ളണമേ. എൻ്റെ ഭാര്യയെ നീ കാക്കണമേ. എൻ്റെ ഭർത്താവിനെ നീ കാക്കണമേ. എൻ്റെ മക്കളെ നീ കാക്കണമേ. എൻ്റെ അമ്മയെ നീ കാക്കണമേ. എൻ്റെ അച്ഛനെ നീ കാക്കണമേ. എൻ്റെ സഹോദരങ്ങളെ നീ കാക്കണമേ. ഇന്ന് അവർ പോകുന്ന വഴികളിൽ നീ കൂടെ നടക്കണമേ. അവരുടെ യാത്രകളിൽ നീ കാവലായിരിക്കണമേ. അവരുടെ ജോലിസ്ഥലത്ത് നിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ. അവരുടെ ശരീരത്തിന് ആരോഗ്യം നൽകണമേ. അവരുടെ മനസ്സിന് സമാധാനം നൽകണമേ. എൻ്റെ മക്കൾ എവിടെയാണെങ്കിലും നീ അവരോടൊപ്പം ഉണ്ടാകണമേ. സ്കൂളിൽ, കോളേജിൽ, കളിസ്ഥലത്ത്, റോഡിൽ, ബസ്സിൽ, എവിടെയാണെങ്കിലും അവരുടെ ചുറ്റും നിൻ്റെ ദൂതന്മാർ കാവലായി നിൽക്കണമേ. അവരെ ഒരു ദോഷവും തുടരുതേ, ഒരു അപകടവും അടുക്കരുതേ, ഒരു ദുഷ്ടതയും അവരവരെ സ്പർശിക്കരുതേ. കർത്താവെ, ദൂരെയുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞാൻ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞാൻ അവരുടെ അടുത്തില്ല, പക്ഷേ നീ അവരുടെ അടുത്തുണ്ട്. ഞാൻ അവരെ കാണുന്നില്ല, പക്ഷേ നീ അവരെ കാണുന്നു. ഞാൻ അവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല, പക്ഷേ നീ അവരെ സംരക്ഷിക്കുന്നു. കർത്താവെ, ഇന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അറിയാത്ത കാര്യങ്ങൾ, ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, ഞാൻ തയ്യാറല്ലാത്ത കാര്യങ്ങൾ, ഞാൻ ഊഹിക്കാത്ത കാര്യങ്ങൾ, അവയെല്ലാം നീ അറിയുന്നു. നീ ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി നിൻ്റെ മുൻപിൽ വയ്ക്കുന്നു. എനിക്ക് പേര് പറയാൻ കഴിയാത്തൊരു ഭയമുണ്ട്. എന്താണ് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. ആരോട് പറയണമെന്നറിയില്ല, എങ്ങനെ പറയണമെന്നറിയില്ല. പക്ഷേ ഉള്ളിലൊരു ഭയമുണ്ട്, ഒരു അസ്വസ്ഥതയുണ്ട്, ഒരു ഇരുട്ടുണ്ട്. എന്തോ ഒന്ന് ശരിയാകില്ല എന്ന തോന്നൽ, എന്തോ ഒന്ന് സംഭവിക്കും എന്ന ഭയം, എന്തോ ഒന്ന് നഷ്ടപ്പെടുമെന്ന ആശങ്ക, എന്തോ ഒന്ന് മാറിപ്പോകും എന്ന വേദന. ആ ഭയത്തെ ഞാൻ നിൻ്റെ മുൻപിൽ ഇറക്കി വയ്ക്കുന്നു. ആ ഭാരത്തെ
ഞാൻ നിന്റെ കാൽക്കൽ വയ്ക്കുന്നു. ആ ഭയം എൻ്റേതല്ല, ഞാനത് നിനക്ക് നൽകുന്നു. ആ ആശങ്ക എൻ്റേതല്ല, ഞാനത് നിന്റെ കരങ്ങളിൽ വയ്ക്കുന്നു. ആ ഇരുട്ട് എൻ്റേതല്ല, നിന്റെ വെളിച്ചം അതിനെ മാറ്റണമേ. നീ എൻ്റെ ഭയത്തേക്കാൾ വലുതാണ്, നീ എൻ്റെ ആശങ്കയേക്കാൾ ശക്തനാണ്, നീ എൻ്റെ ചിന്തകളേക്കാൾ ഉയരത്തിലാണ്, നീ എൻ്റെ ഇരുട്ടിനേക്കാൾ പ്രകാശമാണ്. ഞാൻ കാണാത്തത് നീ കാണുന്നു, ഞാൻ അറിയാത്തത് നീ അറിയുന്നു, ഞാൻ ചെയ്യാൻ കഴിയാത്തത് നീ ചെയ്യുന്നു, ഞാൻ എത്താത്തിടത്ത് നീ എത്തുന്നു. കർത്താവേ, ഈ ദിവസം മുഴുവൻ എന്നോടൊപ്പം ഉണ്ടാകണമേ. ഓരോ മണിക്കൂറിലും, ഓരോ നിമിഷത്തിലും, ഓരോ ശ്വാസത്തിലും, ഓരോ ചുവടിലും, ഓരോ വാക്കിലും, ഓരോ തീരുമാനത്തിലും നിന്റെ സാന്നിധ്യം എന്നെ മൂടണമേ. നിന്റെ സമാധാനം എൻ്റെ ഹൃദയം നിറയ്ക്കണമേ. നിന്റെ ബലം എൻ്റെ ചുവടുകളെ ഉറപ്പിക്കണമേ. നിന്റെ കൃപ എന്നെ വഴി നടത്തണമേ. നിന്റെ സ്നേഹം എന്നെ പൊതിയണമേ. ഈ ദിവസം, ഈ ഒരു ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. ഈ നിമിഷത്തിൽ, ഈ പ്രഭാതത്തിൽ, ഈ ദിവസം മുഴുവൻ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരിക്കലും ഒറ്റയ്ക്കല്ല, ഒരു നിമിഷം പോലും ഒറ്റയ്ക്കല്ല. ദൈവം മുന്നിലുണ്ട്, ദൈവം പിന്നിലുണ്ട്, ദൈവം ചുറ്റിലുമുണ്ട്, ദൈവം ഉള്ളിലുമുണ്ട്. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സംരക്ഷണം നിങ്ങളുടെ ചുറ്റിലുമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വെളിച്ചം നിങ്ങളുടെ വഴിയിലുണ്ടാകട്ടെ. ഈ ദിവസം ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളെ നടത്തട്ടെ. നിങ്ങളുടെ കുടുംബത്തെ നടത്തട്ടെ. നിങ്ങളുടെ മക്കളെ നടത്തട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നടത്തട്ടെ. നിങ്ങൾ പോകുന്ന ഓരോ ഇടത്തിലും ദൈവം മുൻപേ എത്തട്ടെ. നിങ്ങൾ കാണുന്ന ഓരോ മുഖത്തിലും ദൈവത്തിൻ്റെ സ്നേഹമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ബലത്തോടെ ഈ ദിവസം ആരംഭിക്കൂ. ദൈവത്തിൻ്റെ സ്നേഹത്തോടെ മുന്നോട്ട് പോകൂ. ദൈവത്തിൻ്റെ സമാധാനത്തോടെ ഓരോ ചുവടും വയ്ക്കൂ. ദൈവത്തിൻ്റെ പ്രകാശത്തോടെ ഈ ദിവസത്തെ നേരിടൂ. നിങ്ങൾ സുരക്ഷിതമാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നു. നിങ്ങൾ കാക്കപ്പെടുന്നു. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്, ഇന്നും നാളെയും എന്നേക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.